ഒരു കുഗ്രാമത്തിൽ നിന്ന് നനച്ചിരിക്കാതെ ഒരുവൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ശബ്ദം പഠിക്കുന്നു. അങ്ങ് മുംബൈയിൽ ശ്രദ്ധേയനാകുന്നു. അതിലൂടെ ചെളിപുരണ്ട ലോകത്ത് നിന്ന് ശബ്ദത്തിലൂടെ ഓസ്കാർ നേടുന്നു. ശുക്രിയ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പേരാണെങ്കിൽ റസൂൽ, പ്രവർത്തികൾ ശൈത്താന്റേതും എന്ന് പറയേണ്ടി വരുന്ന സാക്ഷാൽ റസൂൽ പൂക്കുറ്റി. 24 മണിക്കൂർ 48 മണിക്കൂർ ആക്കി കൊടുത്താൽ അതുപോലും തികയാത്ത അത്ര തിരക്കുള്ള ഈ ഓസ്കാർ വിന്നർ നേരത്തെ പറഞ്ഞ മാതൃക ദമ്പതിമാരിലെ പെണ്ണിന് ഒരു ഗർഭം നൽകി പുലിവാലാകാൻ എങ്ങനെ സമയം കണ്ടെത്തി എന്ന് ആലോചിച്ചതുകൊണ്ട് ആ വികാരത്തള്ളിച്ചേല് പറ്റിപ്പോയി സാറേ. പൂക്കുട്ടി എന്നല്ല വിളിക്കേണ്ടത്, പൂക്കുറ്റി എന്ന് വിളിക്കണം. തലയിൽ കണ്ണട സദാ വച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെ പോലെ സദാ സംസാരിക്കുന്ന പൂക്കുട്ടി. ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. ആ മനുഷ്യൻ താണു വീണ് കേഴുന്നത് മാത്രമല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല, ഈ ഗർഭം നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ തലയിൽ വച്ച് കെട്ടാം എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെ പോലെയാണ് എന്നെനിക്ക് തോന്നി. എന്ത് നല്ല മന്ദബുദ്ധി. അഞ്ചലിനടുത്ത് വിളക്കുപാറയിലാണല്ലോ ഇദ്ദേഹം ജനിച്ചത്. അവിടുത്തെ ഒരു പള്ളിക്കൂടത്തിൽ നിന്നും പോകാത്ത ഒരുത്തം പോലും ഇങ്ങനത്തെ ഈ ബോർ വർത്താനം പറയില്ല. അതായത് ഒരു പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് അവളുടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവന്റെ തലയിൽ വെച്ചു കൊടുക്കുക. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ, ടു ബാഡ് കൺട്രി പീപ്പിൾ. മനസ്സിലായോ? നമ്മളുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ജനിച്ചതേ ഇംഗ്ലീഷിൽ സായിപ്പിന്റെ നാട്ടിലാണെന്ന് തോന്നും. പക്ഷേ ഈ പെണ്ണ് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളോട് താണു വീണ് കേണ അപേക്ഷിക്കുന്ന എല്ലാം ശുദ്ധ മലയാളത്തിൽ. ആ തേണ്ടി തൊലി വിരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. ഷാഹിദയ്ക്ക്, അതായത് ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. അവളെ വിഷമിപ്പിക്കരുത്, ഞാനിപ്പോഴും കണ്ടവന്റെ ഭാര്യയായി നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ കെഞ്ചുന്നത് തനി കൊല്ലം ഭാഷയിലാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അല്ലേലും എന്താ പറയാ, തറ ലെവലിൽ കെഞ്ചാനൊക്കെ മലയാള ഭാഷയാണ് നല്ലത്. മറ്റേ ഇംഗ്ലീഷ് ആയാൽ കടുകട്ടിയായി പോകും, ഏക്കൂല. ഇങ്ങനെയുള്ള ഗർഭം കലക്കൽ അടക്കമുള്ള പരിപാടികൾ, അല്ലെങ്കിൽ എൻ്റെ ഗർഭം നീ വേറൊരുത്തൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെച്ചുവിടുന്നൊക്കെ പറയുമ്പോൾ അത് മലയാള ഭാഷ തന്നെയാണ് നല്ലത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എൻ്റെ നായരെ. സൗണ്ട് ഡിസൈനർ ആയതിനാൽ ഇത് നന്നായി പൂക്കുറ്റിക്ക് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. കോളം എത്ര കണ്ടതാ, എത്ര കോളം കണ്ടതാ. പൂക്കുട്ടിയെ ഈ ഇപ്പം ഗർഭിണിയാക്കിയ ആ പെണ്ണ് വിളിക്കുകയാണ്. ആദ്യത്തത് അബോട്ടായി, രണ്ടാമത്തത് ക്ലച്ച് പിടിച്ചു. അപ്പോൾ അതിന് ആ പെണ്ണ് പറയാണ്, എടാ പൂക്കുട്ടി, ഒരു 10 കോടി താ. കണ്ടവന്റെ ഭാര്യ ശുദ്ധവും വ്യക്തവുമായ മലയാളത്തിലാണ് പൂക്കുട്ടിയോട് അവൾ വില പേശത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഒരു ദിവസം ഞാൻ മുമ്പൊരു ശബ്ദം വിറ്റ് ജീവിക്കുന്ന ജന്തുവിനോട് പറഞ്ഞതുപോലെ, സ്നേഹിച്ചിരുന്നപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഉമ്മമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അയാളെ എടാ പോടാ പട്ടിന്ന് വിളിക്കാൻ പാടില്ല. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 കോടി രൂപയാണ് ചോദിക്കുന്നത് ഒരു അവിഹിത ഗർഭത്തിൽ. ഇതിനൊക്കെ വിശദീകരണം തരുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഫിറോസ് ഇംഗ്ലീഷും മലയാളവും എല്ലാം കൂടി മിക്സ് ചെയ്താണ് സംസാരം. മൂവരും അവരവരുടെ റോളുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാതെ തരമില്ല. ഇടിവെട്ടിയവരെ പിന്നെയും പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഫിറോസിന്റെ റോള് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ അഭിഹിത ഗർഭം കൊണ്ടു കിടക്കുന്ന പെണ്ണിൻ്റെതായ റോളിൽ കരച്ചിൽ, പിഴിച്ചിൽ, ചീത്തവിളി എല്ലാം ചേർത്ത്. പിന്നെ ഈ യക്ഷികൾ, വടയക്ഷിയൊക്കെ ചിരിക്കും പോലുള്ള പേടിപ്പെടുത്തുന്ന ചിരി. അയ്യോ, യൂട്യൂബിലൊക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്ക് പേടിയാവും അവളുടെ ചിരി. ഈ വന്യമായ ചിരി എന്നൊക്കെ പറയില്ല, അങ്ങനെ ചിരിക്കുന്ന ചിരി. ഈ പത്മശ്രീക്കൊക്കെ ഇങ്ങനെയാണ് വിലയില്ലാതെ പോകണം. കാരണം ഇങ്ങനെ വ്യഭിചരിച്ചൊക്കെ നടക്കുന്നവന് കൊടുക്കാമോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് 100 വട്ടം ആലോചിക്കണം. അല്ലെങ്കിൽ പത്മശ്രീ കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ നിന്ന് എഴുതി വാങ്ങണം, മാന്യമായിട്ട് മരിക്കുന്നവരെ ഇനി ജീവിക്കാം. 100% ഞാൻ യോജിക്കുന്നു. ഇത് പത്മശ്രീ വാങ്ങിച്ചു വെച്ചിട്ടാണ് കള്ളവെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? പറഞ്ഞിട്ട് എന്ത് കാര്യം? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ഇരുചെവി അറിയാതെ കണ്ടവൻ്റെ ഭാര്യയല്ലാത്ത നല്ല പെമ്പിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരം ചെയ്യോ, ഒരുത്തൻ്റെ എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. പൊട്ടന്ന ലോക പൊട്ടൻ. അവളുടെ അമ്മയാണെങ്കിൽ മോളെ എഴുകൊണ്ടത്,
അമ്മയും മോളും കൂടെ ചേർന്ന് യവനെ ശരിക്കും ട്രാപ്പിലാക്കി. 10 കോടി രൂപ തന്നിട്ട് പോടാ മറ്റവനെന്നാണ് തള്ളയും പറയുന്നതും. ഞാൻ പെട്ടു എനിക്കറിഞ്ഞൂടാ, തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധി ഉറക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. ജീവിതത്തിൽ ഞാൻ വീഴാറില്ല, ഇനി വീഴേയില്ല. അഥവാ വീണാലും 4 കാലിൽ തന്നെ വന്ന് വീണോളും, അതെനിക്കറിയാം. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി എന്നാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. ഓ അത് ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലേ അന്നേ? നീ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറയുന്നുള്ള വിശ്വസിച്ച ഇയാൾ മരപ്പൊട്ടനല്ലേ എന്ന് ഞാൻ ചോദിക്കും. കാരണം എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? ഒരിക്കൽ കലക്കി, 2ാമതോ 5ാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവില്ലടാ പൊട്ടാ നീ എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് ചോദിക്കാൻ തോന്നുന്നത്. നീ ഇങ്ങനെ തിരുമണ്ടനായി പോയല്ലോ എൻ്റെ ശങ്കര. അല്ലെങ്കിൽ ഇവ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് മാറ്റി തിന്നോണ്ട് പോകണം. ഇല്ല ഈ ബീജങ്ങളൊക്കെ ചത്തുപോകാൻ ഉള്ള ടാബ്ലറ്റ് കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇതിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ടേ ഇതൊന്നും എനിക്കറിയില്ല. പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇവ ഒരു തനി പൊട്ടനാണെന്നേ. ഇങ്ങനെ ചെയ്യൂ? ഗർഭനിരോധന ഒരു മാർഗവും എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ ഇടാ കിഴക്കേക്കോട്ട് ഇറങ്ങുന്നതിനൊരു തമ്പാനൊരു ഇറങ്ങണ്ടേ? ശുദ്ധ പൊട്ടനാണെന്ന് ഞാൻ പറയും. മരപ്പൊട്ടനും അല്ല, വേട്ടാവളിയനെന്ന് വിളിച്ചാലും കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്റെയൊക്കെ ഈ ബുദ്ധി ഉണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിലിട്ട് വെക്കേ. ലോകം കണ്ട ഒരു അവാർഡ് വിന്നറുടെ ഗതികേട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ കേരളത്തിലെ എല്ലാവരുടെ കയ്യിലെ ഫോണിലും ഇവൻ കിടന്ന് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ലീലാവിലാസം നടത്തിയതിൻ്റെ എല്ലാ കഥയും ലൈവിൽ കിടക്കുകയാണ്. ഇവൻ്റെ വാ കൊണ്ട് തന്നെ പറയുന്നത്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. 1 ലക്ഷമോ 5 ലക്ഷമോ മുടക്കിയാൽ ബോംബെയിൽ ഒരു നല്ല മലയാളി പെമ്പിളരെ തന്നെ കിട്ടാനുള്ളപ്പോൾ കണ്ടവൻ്റെ ഭാര്യയെ രസിച്ച് 10 കോടിയും മാനവും പോയ മണ്ടൻ എന്ന പേരുകൂടി ഇരിക്കട്ടെ കിരീടത്തിൽ എന്ന് വിചാരിച്ച് കാണും ചിലപ്പോൾ പൂക്കുട്ടി. ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം.